നീണ്ട 18 മാസത്തെ ജയിൽവാസത്തിന് ശേഷം രാകേഷ് അങ്ങനെ സ്വന്തം വീട്ടിലെത്തി. ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയായിരുന്നു രാകേഷ് ഇതുവരെ. പുറലോകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയാതെ ഒരു 18 മാസത്തെ ജയിൽവാസം. എന്തായാലും കോടതി രാകേഷിനെ വെറുതെ വിട്ടു. നാവികസേനയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ദോഹയിലെ സൈനിക പരിശീലന ക്യാമ്പിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു രാകേഷും 8 പേരും. അങ്ങനെ ജോലി ചെയ്തു വരുമ്പോഴാണ് ഇസ്രായേലിനായി ചാരവൃത്തി നടത്തിയെന്ന് ആരോപിച്ച് രാകേഷ് അടക്കം 8 പേരെ ഖത്തർ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. എന്തായാലും വല്ലാത്തൊരു ആശ്വാസമായി. ഇപ്പോൾ സ്വന്തം വീട്ടിലെത്തിയിരിക്കുവാണ് രാകേഷും. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ മൂലം ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് രാകേഷ് ഇപ്പോൾ. പെട്ടെന്ന് ഒരു ദിവസം ഇവരൊക്കെ വിട്ടിട്ട് പോവുക അല്ലെ? സുപ്രഭാതത്തിൽ ഞാൻ വിട്ടുപോയതല്ലോ, സംഭവിച്ചതല്ലേ. അല്ല പെട്ടെന്ന് അപ്പൊ അതിനുശേഷം ഇവർ പോയി, പിന്നെ ബാക്കിയോട് യാതൊരു ബന്ധമില്ല, ഒന്നുമില്ല. ഇല്ല, നമ്മള് ഫാമിലി എംബസി ഇവര് മാത്രമായിട്ട് ബന്ധമുള്ളൂ. പിന്നെ വൈഫ് വിളിക്കുമ്പോൾ പറയും, ഇവരൊക്കെ അന്വേഷിച്ചവർ പറയും. എല്ലാവരും ടെൻഷനിലായിരുന്നു. അങ്ങനെ അപ്പൊ ഇവരൊക്കെ സുഹൃത്തുക്കളെ കാണണം, അങ്ങനെയുള്ള ഒരു നൊസ്റ്റാൾജിയ ഒക്കെ വന്നില്ലായിരുന്നു വീട്ടിലെ? സുഹൃത്തുക്കളെ കാണും, ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. മോദിജി ഉള്ളിടത്തോളം കാലം നമ്മൾ എങ്ങനെയാലും പുറത്തിറങ്ങും. സമയം പോകുന്നു, 18 മാസം എടുത്തു. പക്ഷെ വരുമെന്നറിയാം, എന്ന് വരുമെന്ന് അറിയത്തില്ല. പിന്നെ ഡെത്ത് പെനാൽറ്റി കിട്ടിയപ്പോൾ ഒന്ന് പേടിച്ചു പോയി. പക്ഷെ എങ്കിലും അതിനുശേഷം ജയശങ്കർ സാർ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും വിളിച്ചു, അവിടെ ഡൽഹിയിൽ വരുത്തിച്ചു. മിനിസ്ട്രിയിൽ പുള്ളി ഇരുത്തി നേരിട്ട് സംസാരിച്ചു. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യമായിട്ടും പുള്ളി പ്രോമിസ് ചെയ്തു, എന്ത് വന്നാലും നമ്മൾ കൊണ്ടുവന്നിരിക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം അപ്പം ഒരു ധൈര്യമായി. അപ്പം നമ്മൾ എല്ലാവരും എന്താ പറയും, ഗവൺമെൻറ് നമ്മളിൽ വിശ്വാസമുണ്ട്. അപ്പം ഗവൺമെൻറ് എന്തായാലും നമ്മൾ കൂടെ ഉണ്ട് എന്ന് മനസ്സിലായി. ആ സമയം എത്ര സമയം എടുക്കുന്ന അറിയത്തില്ല, പക്ഷെ നമ്മൾ വരും എന്നുള്ളൊരു ഹോപ്പും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു, ഇവിടെ വാർത്ത കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു. നമുക്ക് മുറിയിൽ TV ഒക്കെ ഉണ്ടായിരുന്നു, അത് കാണുന്നുണ്ട്. മലയാളം വാർത്തയൊന്നും കാണുന്നില്ല, അവിടുത്തെ ഇംഗ്ലീഷ് വാർത്തകൾ മാത്രമേ കാണുന്നു. ഇവിടുത്തെ കേരളത്തിലെ കാര്യമൊന്നും അറിയുന്നില്ല. അത് കേരളക്കാരെ അറിയാനുള്ള ഒരു മനസ്സിൽ അല്ലല്ലോ നമ്മൾ. അപ്പം അവിടെ ഇരിക്കുന്ന നമുക്ക് വേറെ ഒന്നും അറിയാൻ താല്പര്യമില്ല, നമ്മളെ കാര്യം മാത്രമേ അറിയാൻ താല്പര്യമില്ല. എന്താവുന്നു, എന്ത് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ടെൻഷൻ്റെ ഒരു നാളുകളായിരുന്നില്ല 18 മാസം എന്ന് പറയുന്നത് അല്ലേ? എൻ്റെ ഫാമിലി ചെറിയ ഫാമിലി, ഞാനും മകളും വൈഫും ആയിട്ടുള്ളത്. അപ്പം ഞാൻ പെട്ടുപോയി കഴിയുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എൻ്റെ വൈഫും മകളും ആ ഒരു ടെൻഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ബാക്കിയൊരു ടെൻഷൻ എനിക്കില്ല, പക്ഷെ ഈ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഏത് ജയിലായാലും ജയിലിൽ കിടന്നാൽ ജയിലാണ്, ജയിൽ ബുദ്ധിമുട്ടാണ്. അതിപ്പം എൻ്റെ ഒരു ഇതനുസരിച്ച് ആരെയും ജയിലിൽ ഇടില്ല എന്നാണ് ഞാൻ അവിടെ പോയതിനു ശേഷം ഞാൻ പ്രാർത്ഥിച്ചത്. ഏത് ജയിലായാലും ഇനി എത്ര സൗകര്യം ഉണ്ടെങ്കിലും ഒരു മനുഷ്യനെയും ജയിലിൽ ഇടല്. ജയിലിൽ ഇടാതെ ഇപ്പം നമ്മളെ ഗവൺമെൻറ് അതിനനുസരിച്ച് റിഫോംസ് വരുത്തുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ് ഈ ആൾക്കാർ ജയിലിൽ വിടുന്നതിന് പകരം അവരുടെ സോഷ്യൽ സർവീസോ റിഫോംസോ അവർ റിഫോം ചെയ്യാനുള്ള വേറെ എന്തെങ്കിലും രീതിയിലാണ് ചെയ്യേണ്ടത്. കമ്മ്യൂണിറ്റി സർവീസോ അങ്ങനെ. ഈ ജയിലിൽ ഇട്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടെന്നല്ല വേറെ ഒരു ഞാൻ പ്രാർത്ഥിക്കുന്നത്, ശത്രുക്കൾ പോലും ജയിലിൽ പോകില്ല. കഠിനം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു കൺഫൈൻമെന്റിൽ മാനസികമായിട്ട് കൺഫൈൻമെന്റിൽ ഇരിക്കുമ്പോഴത്തേക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ആ ഒരു അവസ്ഥ, നിസ്സഹായാവസ്ഥ. സുഹൃത്തുക്കളൊക്കെ കാണണമെന്നൊക്കെ ആഗ്രഹം വന്നില്ല സ്വാഭാവികമായിട്ട്? അങ്ങനെ ആവശ്യകതയൊക്കെ പ്രകടിപ്പിച്ചായിരുന്നു ആരുടെങ്കിലൊക്കെ? സുഹൃത്തുക്കളെ കാണണമെന്ന് ഒരു ആഗ്രഹമില്ല. കാര്യം എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി, ബാക്കിയുള്ളവർ പിന്നെ കാണാം. അവർ വന്നില്ലേ, നമ്മൾ എത്തിക്കഴിയുമ്പോഴത്തേക്കും എല്ലാവരും വരും. അപ്പോൾ അത് കാണാനുള്ള ഇതുണ്ട്. പക്ഷേ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തുക, നാട്ടിലെത്തുക, ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പക്ഷേ ഇത് ഡെത്ത് പെനാൽറ്റി വന്നപ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് സംഭവിക്കുമോ, എനിക്ക് വധശിക്ഷ കിട്ടും എന്നുള്ള ഒരു ടെൻഷൻ എപ്പോഴെങ്കിലും നടപ്പിലാക്കുമോ ടെൻഷൻ? ഇത് കേട്ടപ്പോഴത്തേക്കും ആ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്കും ജയശങ്കർ സാർ ഫാമിലീസിനെല്ലാം വിളിച്ചു. ഇപ്പോൾ വളരെ പെട്ടെന്ന് ഈ സംഭവം വന്നപ്പോഴത്തേക്കും ജയശങ്കർ സാർ, നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, എല്ലാ ഫാമിലി, നമ്മുടെ ഗവൺമെന്റ് ഇത്രത്തോളം ആദ്യമായിട്ടാണ് ഞാൻ കേട്ടത്. ഞാനിത് മുമ്പ് എക്സ്പീരിയൻസ് കണ്ടിട്ടോ ഇല്ല. അപ്പം ഇങ്ങനൊരു സംഭവം നടന്നു, ഡെത്ത് പെനാൽറ്റി വന്നപ്പോഴത്തേക്കും എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ വിളിച്ച് പറയാണ് എത്രയും പെട്ടെന്ന് ഡൽഹിക്ക് വരിക. എന്നിട്ട് ഡൽഹിക്ക് ഫാമിലീസ് എല്ലാം പോകുന്നു. അദ്ദേഹം നേരിട്ട് സംസാരിക്കുന്നു, പറയുന്നു പേടിക്കണ്ട, ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു പറയുന്നു. അപ്പം അങ്ങനെ എത്രയോ ഒരു പോപ്പുലർ ആയിട്ടുള്ള മനുഷ്യൻ പറയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പേടിയുണ്ട്, പക്ഷേ വരും എന്നൊരു വിശ്വാസമുണ്ട്. ഈ കുഞ്ഞിനെയൊക്കെ വീഡിയോ കോൾ വഴി കാണാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു മോളൊക്കെ? ഇല്ല, ഗവൺമെൻറ് എംബസി വഴി ഒരു 2 പ്രാവശ്യം മകളും വൈഫും അവിടെ 2 മാസം ഉണ്ടായിരുന്നു. എല്ലാ ആഴ്ചയിലൊരിക്കൽ കാണാൻ പറ്റുമായിരുന്നു. പിന്നീട് അതിനുശേഷം വൈഫ് 2 പ്രാവശ്യം പിന്നെ വൈഫ് മാത്രമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴും കാണാനുള്ള അവസരം എംബസിയും അവരുടെ ഗവൺമെൻറ്റും ചേർന്ന് ഒരുക്കി തരുമായിരുന്നു. പിന്നെ എല്ലാ ആഴ്ചയും ഫോൺ കോൾ വിളിക്കാം. ആദ്യം ഒരു ഫോൺ കോളായിരുന്നു, പിന്നീട് അത് 2 ആക്കി, പിന്നീട് അത് 3 ആക്കി, അങ്ങനെ. അപ്പം സംസാരിക്കുമായിരുന്നു അങ്ങനെ. അപ്പം അതൊരു ആശ്വാസമായിരുന്നു. ഈ ജയിലിന് പുറത്തെത്തി ഇവിടുത്തെ ആ ഒരു പുറത്തെ വെളിച്ചം കണ്ടപ്പോൾ ഒരു സന്തോഷം എന്തായിരുന്നു മനസ്സിൻ്റെ? അത് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മളെ പെട്ടെന്ന് ഇറക്കി വിടുകയാണ്. പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടുകയാണ്. അപ്പം പിന്നെ അതൊരു സന്തോഷമല്ലേ, അത് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഇവിടെ കാല് കുത്തും വരെയും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല.
പിന്നെ ആദ്യം ഡൽഹിയിലാണ് ഇറങ്ങിയത്. ഡൽഹിയിൽ ഇറങ്ങി അവിടെ എത്തിയപ്പോഴത്തേക്കും ആൾക്കാർ തിരിച്ചറിഞ്ഞു. ന്യൂസ് റിപ്പോർട്ടൊക്കെ ഇറങ്ങിയതിനു ശേഷം ആൾക്കാർ ഹോട്ടലിൽ എയർപോർട്ടിൽ തിരിച്ചറിഞ്ഞ ആൾക്കാർ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളല്ലേ വന്ന ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദേശം മൊത്തം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. അത് വളരെ ഭയങ്കര സന്തോഷമാണ്. ഇപ്പോഴാണ് നമ്മുടെ ഈ രാജ്യത്തിന്റെ സ്നേഹം മനസ്സിലാവുന്നത് അല്ലേ, യഥാർത്ഥ രാജ്യസ്നേഹം. രാജ്യത്തിന്റെ ആൾക്കാരെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലായത് ഇപ്പോഴാണ്. ഈ അന്യരാജ്യത്ത് പോയി ജയിലിൽ പെട്ടുള്ള അവസ്ഥ ഭയങ്കര കഠിനമല്ലേ. നമുക്ക് ഒറ്റ നമ്മുടെ രാജ്യമാകുമ്പോഴത്തേക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റും. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്തായാലും, നമ്മുടെ രാജ്യം എല്ലാം അങ്ങനെയാണ്, തെറ്റ് ചെയ്ത് നമ്മൾ എന്നായാലും പുറത്തു വരും. അന്യരാജ്യമാകുമ്പോഴത്തേക്കും നമുക്കൊരു കൺട്രോൾ ഇല്ലല്ലോ അതിൻ്റെ മേളിൽ. അപ്പം അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇനിയിപ്പം വെളിയിൽ പോയി ജോലി ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ട കൂടി എന്താണ് ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ? വെളിയിൽ പോയി ജോലി ചെയ്യാൻ എന്ത് പറയും, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഭാര്യ പറഞ്ഞു തന്നാൽ ഇനി ഒരിടത്തും എടുത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പം എന്നെയും കാട്ടി കൂടുതൽ അനുഭവിച്ചത് വൈഫും കൊച്ചുമാണ്. പിന്നെ എൻ്റെ വൈഫ് കയറി ഇറങ്ങിയതിനും അവൾ ചെയ്ത കാര്യങ്ങൾക്കും ഒരു കണക്കില്ല. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പം അപ്പുറം സുഹൃത്തുക്കൾ പറയുന്നത് ഷീസ് അയൺ ലേഡി എന്നാണ് പറയുന്നത്. അപ്പം ഇത്രത്തോളം എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്ന് എന്നെ തിരിച്ചു കൊണ്ടുവന്നത് അവളാണ്. അപ്പം വൈഫ് ഇനി പറയണപ്പുറം ഞാൻ ചെയ്തില്ല. അപ്പം അവളെ പൊക്കണം പറഞ്ഞാൽ പോകും. വൈഫ് തന്ന ജീവിതമാണ്, ഇത് അവൾക്ക് കടപ്പെട്ടേക്കുന്നു. കുഞ്ഞിലൂടെ കിടക്കാൻ പറ്റും 3 ദിവസമായിട്ടല്ലേ കുഞ്ഞ് എന്നെ ആദ്യമായിട്ട് അവിടെ കാണുമ്പോഴത്തേക്കും എൻ്റെ മോളെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ എനിക്കറിയാം അവൾക്ക് ഒരു കാര്യത്തിനും പേടിയില്ല, ഒന്നുമില്ല. പക്ഷെ എന്നെ കണ്ടപ്പോഴത്തേക്കും ചിരിച്ചുകൊണ്ട് പെട്ടെന്ന് ഒരു പൊട്ടിക്കരച്ചു. അപ്പം ഞാനത് ഒരിക്കലും കരയാത്ത ആളാണ്. ഞാനത് ഇങ്ങനെ എനിക്ക് പെട്ടെന്നൊരു ഇതായിരുന്നു. അപ്പോൾ എനിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് അവിടെ വെച്ച് കണ്ടപ്പോഴത്തേക്കും ജയിലിൽ. രണ്ടാമത് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ചിരിച്ചുകൊണ്ടിരുന്നിട്ട് കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് കരച്ചിലും തുടങ്ങി. എൻ്റെ മോള് 10ലാണ് അപ്പം ആ കൊച്ചിൻ്റെ ഒരു റിയാക്ഷൻ പറയും, എന്ത് വന്നാലും നോ പ്രോബ്ലം എന്നൊരു മെൻറ്റാലിറ്റിയുള്ള കുട്ടിയാണ്. പക്ഷേ അവൾ ആ ഒരു പൊട്ടി കരയുമ്പോഴത്തേക്കും അച്ഛൻ്റെ മകളാണ്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് പറയും, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ നിരപരാധിയാണെങ്കിൽ നമ്മുടെ സർക്കാർ, ഇന്നത്തെ സർക്കാർ എവിടെ നിന്നായാലും കൊണ്ടുവരും തിരിച്ച്. നിരപരാധിയാണെങ്കിൽ കൊണ്ടുവരുമെന്നുള്ളത് ഉറപ്പാണ്. ഇനി ഒറ്റ ക്വസ്റ്റ്യൻ പറഞ്ഞ അവസാനിക്കും. ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യ സർക്കാർ അങ്ങനെ ഒരു മുൻകൈ എടുത്തില്ലായിരുന്നെങ്കിൽ വധശിക്ഷ നടപ്പിലാക്കുമായിരുന്നു, മരണത്തിന് പോകുമായിരുന്നു. എടുത്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ സർക്കാർ, ഈ ഒരു സർക്കാർ അല്ലായിരുന്നെങ്കിൽ പോകുമായിരുന്നു. പിന്നെ നമുക്ക് ചോദിക്കാൻ പറഞ്ഞാൽ ആരും ഇല്ലല്ലോ, പോകുമായിരുന്നല്ലോ, ഉറപ്പല്ലേ. എന്തായാലും സുഹൃത്തിനെ തിരിച്ചു കിട്ടി ഒരുപാട് സന്തോഷമുണ്ടല്ലേ. വളരെ സന്തോഷം, വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ അദ്ദേഹം കണ്ണൂരിൽ നിന്നും അദ്ദേഹം കോട്ടയത്തു നിന്നും ഒരുപാട് സുഹൃത്തുക്കൾക്കുള്ള ആളല്ലേ. പിന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. സിമ്പിൾ ആണല്ലേ, എത്രയോ ശുദ്ധനാണല്ലേ. ഓ പിന്നെ ശുദ്ധനൊന്നുമല്ല, അതൊക്കെ ഇവർക്ക് അറിയാം. പക്ഷേ നമ്മൾക്ക് എല്ലാവരുമായിട്ടും ഭയങ്കര സ്നേഹമാണ്. ഫ്രണ്ട്സ് നമ്മളൊരു വീക്ക്നെസ് ആണ് പണ്ടേ. ഞങ്ങൾ രാകേഷിൻ്റെ റിലീസ് അറിഞ്ഞുകൊണ്ട് വന്നതാണ്. അദ്ദേഹം 18 months അവിടെ സഫർ ചെയ്തു. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം, തിരിച്ച് സേഫായിട്ട് തിരിച്ചെത്തിയത്. അടുത്തറിയുന്ന ഒരാളാണല്ലേ. ഞങ്ങൾ ഒന്നിച്ച് ഒരേ ഇതിൽ വർക്ക് ചെയ്തിരുന്നല്ലേ, ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്താണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ഇങ്ങനെ സഫർ ചെയ്യേണ്ടി വന്നു, ജയിലിൽ പോയി. അപ്പോൾ നിങ്ങൾ അനുഭവിച്ചൊരു മാനസിക ബുദ്ധിമുട്ട് എന്തായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ അനുഭവിച്ചിട്ടാണ്. കാരണം നിരപരാധിയ ഒരാളെ അവിടെ കൊണ്ട് ഇങ്ങനെ ക്രൂശിക്കപ്പെടുമ്പോഴുള്ളൊരു അവിടുത്തെ ശിക്ഷ വളരെ കഠിനമല്ലേ ഇന്ത്യയുടെ ശിക്ഷത്തിലൂടെ? തീർച്ചയായിട്ടും. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗവൺമെൻറ്റിൽ വിശ്വാസം ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും അദ്ദേഹം സേഫായിട്ട് തിരിച്ചു വരുമെന്ന്. അത് തന്നെ സംഭവിച്ചു. എന്നാണ് ഇദ്ദേഹത്തെ ജയിലിൽ പോകുമ്പോൾ അവസാനമായിട്ട് കാണുന്നത് എപ്പോഴായിരുന്നു? ഞങ്ങൾ പോകുന്നതിന് ഓഗസ്റ്റിലാണ് അദ്ദേഹം പോയത്, 2022. പോകുന്നതിൻ്റെ തലേന്ന് വരെ നമ്മുടെ കൂടെ വർക്ക് ചെയ്താണ്. അതെ അതെ. പിന്നെ അതിനുശേഷം അദ്ദേഹം യാതൊരു ബന്ധവും കാണാൻ പോലും മാർഗ്ഗമില്ല, ഒരു ഓപ്ഷനും ഇല്ല, കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. അവിടെ പോയി കാണാനും നോക്കത്തില്ല. ഇല്ല ഇല്ല ഇല്ല, അവിടെ അങ്ങനെയുള്ള യാതൊരു ഫാമിലിക്ക് മാത്രമേ പെർമിഷൻ ഉണ്ടായിരുന്നു, നമുക്ക് ആർക്കും പെർമിഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അറിയുന്നത്, എങ്ങനെയാണ് സുഖമാണ് കാര്യങ്ങളൊക്കെ ഒന്നും അറിയുമ്പോൾ? ഞങ്ങൾ അറിഞ്ഞത് ത്രൂ ഇന്ത്യൻ എംബസി മുഖാന്തരമാണ് ഞങ്ങൾക്ക് ഡീറ്റെയിൽ കിട്ടി. ഇടയ്ക്ക് പിന്നെ ഭാര്യ വിളിക്കുമ്പോൾ പറയും വന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓക്കെ ആണെന്ന് പറയും. അത്രയാണ്, വേറെ ഒന്നുമില്ല, വേറെ കാര്യം നമുക്കൊന്നും അറിയുന്നില്ല. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഒരുപക്ഷെ ഉണ്ടാവുമല്ലോ, കാരണം നമ്മൾ ഇന്ത്യയിലാണ്, നമുക്ക് അത് എന്തെങ്കിലും പറയാം. പക്ഷേ ഇത് വിദേശ രാഷ്ട്രം നമുക്ക് അതിനെ പറ്റൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആ ടെൻഷൻ നമുക്കുണ്ടായിരുന്നു, എന്നും ഉണ്ടായിരുന്നു. അതാണ് നമ്മളിങ്ങോട്ട് വന്നതും.